ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ നെറ്റ് എക്സാം ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഈ നെറ്റ് എക്സാമിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. 3000 ആണ് ഈ കോഴ്സിന് ഫീസായിട്ട് വരുന്നത്. റെഗുലർ കോഴ്സായിട്ട് എടുക്കുകയാണെങ്കിൽ 18,000 ആണ് നെറ്റിന് ഫീസ് വരുന്നത്. ഇപ്പോൾ ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് 3000 ആണ് ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഓഡിയോ ഫോർമാറ്റിലാണ് ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ എത്ര ക്ലാസ് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് പി ഡി എഫ് അവൈലബിൾ ആണ്. പിന്നെ മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ്. ഈ വീഡിയോയിൽ ജസ്റ്റ് PDF ഈ ഓഡിയോയുടെ കൂടെ ആഡ് ചെയ്ത് ഒരു വീഡിയോ ഫോർമാറ്റിലാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകളൊക്കെയും ഓഡിയോ ഫോർമാറ്റിലായിരിക്കും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. Hi all, welcome to Learners Friendly. Today we are going to discuss a poem named Tintern Abbey, written by William Wordsworth. You know, he is the romantic poet and he marks the new age called Romanticism. So the poem is titled, its full title is Lines composed a few miles above Tintern Abbey on revisiting the banks of the Wye during a tour, July 13, 1798. And it is abbreviated as Tintern Abbey. വലിയൊരു ടൈറ്റിലുള്ള പോയാണ് നമ്മൾ പഠിക്കുന്നത്. വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന കാൽപ്പനിക കവിയുടെ lines composed a few miles above Tintern Abbey on revisiting the banks of the Wye during a tour, July 13, 1798. അദ്ദേഹം നടത്തിയിട്ടുള്ള, അതായത് നമുക്ക് ആ ടൈറ്റിലിൽ തന്നെയുണ്ട്, ഇറ്റ് ഈസ് എ റീവിസിറ്റിംഗ് ടു ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. Wye is a river. So Wordsworth had revisited the banks of the river Wye and it is near Tintern Abbey. അബേ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പള്ളി എന്നൊക്കെയാണ്, ചർച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ കപ്പേള എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു ചർച്ചാണ് ടിൻറ്റൺ അബേ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അബാൻഡൻഡ് ചർച്ച്. സോ ടിൻറ്റൺ അബേ വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു അബാൻഡൻഡ് ആയിട്ടുള്ള ചർച്ചാണ്. ഇപ്പം അങ്ങനെ ആൾക്കാർ വിസിറ്റ് ചെയ്യാത്തൊരു ചർച്ചാണത്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പോകാത്ത ഒരു ഇത്, അങ്ങനെ ഒരു അബാൻഡൻഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. റിവർ വൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദ സൗത്ത് ഓഫ് ലണ്ടൻ. സോ ഈ പള്ളിയുടെ സൈഡിലൂടെ ഒഴുകുന്ന ഒരു നദി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇമേജ് വേണം, എന്നാലും നമുക്ക് വേർഡ്സ്വർത്തിന്റെ പോയിന്റ്സ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. So while we are discussing, you have to keep the poem with you and also the note that I am going to give you. So both the materials should be there in your hand. Then only we could get a thorough understanding of this poem. Here William Wordsworth beautifully portray the countryside, the cliffs, river Wye, the orchard tufts, the hedgerows, the pastoral landscape, everything. നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പിക്ചേഴ്സും എല്ലാമായിട്ട് നമുക്ക് ഈ പോയത്തിനെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. വളരെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന നേച്ചറിനെ വർഷിപ്പിംഗ് തന്നെയാണ് ഈ പോയത്തിൽ വരുന്നത്. വലിയ പോയമാണ്, പക്ഷെ 162 ലൈൻസ് ഉണ്ട്. പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയാണ്. So this was composed in 1798 after a walking tour with his sister on the Welsh border. So the poem is addressed to his sister Dorothy Wordsworth. Wordsworth had already visited the place in 1793 and he is revisiting the place after 5 years in 1798 along with his sister. So the poem is in conversational tone.
ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ദ പോയം ഈസ് ഇൻ കോൺവെർസേഷണൽ ടോൺ. 5 വർഷം മുൻപ് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പം അദ്ദേഹത്തിന്റെ സിസ്റ്ററുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടും കൂടി ഒരു വാക്കിംഗ് ടൂർ കഴിഞ്ഞിട്ട് വെൽഷ് ബോർഡേഴ്സിലൂടെയൊക്കെ ഒരു വാക്കിംഗ് ടൂർ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. നമുക്കറിയാം വേർഡ്സ്വർത്ത് ഹാഡ് ഡിഫൈൻഡ് പോയിട്രി ആസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് റീകളക്റ്റഡ് ഇൻ ട്രാൻക്വിലിറ്റി. സോ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. ഈ ഫിലോസഫി തന്നെയാണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ ഈ ടൂർ കഴിഞ്ഞ് വരുന്നു. അന്നേരം അദ്ദേഹം കളക്ട് ചെയ്ത കാര്യങ്ങളെ അദ്ദേഹം ഒരു കവിതയായിട്ട് എഴുതിയിരിക്കുന്നു. ആ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ഈ പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ടിൻറ്റൺ അബേ എന്ന് പറയുന്ന പോയത്തിൽ കാണാൻ പറ്റുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് അറിയാം, ദിസ് ഇസ് ദ കൺക്ലൂഡിങ് പോയം ഓഫ് ഹിസ് ലിറിക്കൽ ബലാഡ്സ് അല്ലെ. 1798 പബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ലിറിക്കൽ ബലാഡ്സിന്റെ കൺക്ലൂഡിങ് പോയമാണ് ടിൻറ്റൺ അബേ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ദ പോയം ഇസ് അഡ്രസ്ഡ് ടു ഹിസ് സിസ്റ്റർ ഡൊറോത്തി വേർഡ്സ്വർത്ത്. കോൺവെർസേഷണൽ ടോൺ ആയതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നമുക്ക് പോയത്തിന്റെ തുടക്കത്തിൽ ആരെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ടുവേർഡ്സ് ദ എൻഡ് ഹി അഡ്രസ്സസ് ഹിസ് സിസ്റ്റർ ആസ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് സിസ്റ്ററിനെ അഡ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് അവസാനത്തിലേക്ക് കാണാൻ പറ്റും. സോ ദ പോയം ഇസ് അഡ്രസ്ഡ് ടു ഹിസ് സിസ്റ്റർ ഡൊറോത്തി വേർഡ്സ്വർത്ത്. The poem is all about his encounter with the countryside on the river bank, and it serves as an outline for his general philosophy in the poem. ടിൻറ്റൺ അബേ എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പള്ളിയെക്കുറിച്ച് കാര്യമായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. പ്രകൃതിയിലൂടെ ഹി ടോക്സ് അബൌട്ട് ഹിസ് ഫിലോസഫി ഓഫ് ലൈഫ്. അതാണ് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത്. സോ ദ മെയിൻ ഐഡിയ ഓഫ് ദ പോയം ഇസ് the influence of nature on the development of human mind, both intellectually and spiritually. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഇന്റലക്ച്വൽ ആയിട്ട് ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും മനുഷ്യന്റെ വികാസത്തിന് എന്ത് വേണം? പ്രകൃതിക്ക് വലിയ റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രകൃതിയെ ഒരു ടീച്ചറായിട്ട്, ഒരു ഗൈഡായിട്ട്, ഒരു മദറായിട്ട്, ഒരു പ്രൊവൈഡറായിട്ട്, ഒരു ക്രിയേറ്ററായിട്ട്, അങ്ങനെ എല്ലാമായിട്ട് കാണുന്ന ഒരു കവിയാണ് വേർഡ്സ്വർത്ത്. അപ്പം അത്തരത്തിലുള്ള എല്ലാ ഭാവങ്ങളും പ്രകൃതിക്ക് കൊടുത്തത് ഈ പോയത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ടോക്സ് അബൌട്ട് ദ പവർ ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് ദ ബ്ലിസ് ഓഫ് ചൈൽഡ്ഹുഡ് ഈസ് എ റെക്കറന്റ് തീം ഇൻ ദിസ് പോം. ആൻഡ് ദ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഓഫ് കമ്മ്യൂണിയൻ വിത്ത് ദ നേച്ചുറൽ ബ്യൂട്ടി. ഹിയർ ഈസ് ഓൾവേസ് എ കമ്മ്യൂണിയൻ വിത്ത് ദ നേച്ചുറൽ ബ്യൂട്ടി. ആ ഒരു കുഞ്ഞായിരിക്കും, ആ കുഞ്ഞിൻ്റെതായിട്ടുള്ള നിഷ്കളങ്കതകളിലേക്ക് തിരിച്ചു പോകാൻ കവി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു കുഞ്ഞ് ചിലപ്പം ഒരു പുൽത്തകിടി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് അതിൽ ഒരു മൃഗം കിടന്ന് ഉരുളുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ ഒരു കുഞ്ഞിന് ഉരുളാൻ തോന്നുക. അങ്ങനെയാണെങ്കിൽ അവനത് തന്നെ ചെയ്യും. അല്ലെങ്കിൽ അതിലൂടെ ഓടിച്ചാടി കളിക്കാനാ തോന്നുന്നെങ്കിൽ അതവൻ ചെയ്യും. പക്ഷേ ഒരു വലിയ ആളാവുമ്പോൾ അയാൾക്ക് കുറേ നിയന്ത്രണങ്ങൾ വരും. അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരെ അയാളൊന്ന് നോക്കും. അപ്പം അത്തരത്തിലുള്ള നോഷൻസ് ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ ഒരു കുഞ്ഞിന് ഇമെൻസ് ഫ്രീഡം ആണുള്ളത്. അപ്പം ആ ഒരു ബ്ലിസ് ഓഫ് ചൈൽഡ്ഹുഡ് ഇസ് എ റെക്കറന്റ് തീം ഇൻ ദിസ് പോം. ആൻഡ് ചീഫ് മോട്ടീവ്സ് ഇൻ ദിസ് പോം ടിൻറ്റൺ അബേ ഇൻക്ലൂഡ് മെമ്മറി ആൻഡ് വിഷൻ. വിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻസൈറ്റ് ആണ്. അതായത് പോയിന്റ് എത്തിച്ചേരുന്ന ഒരു മെച്യൂരിറ്റിയാണ്. അതാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. Regarding the structure of the poem, we have already mentioned that it has 126 lines, and the poem is composed in blank verse, and unrhymed words in iambic pentameter is seen here. Blank verse എഴുതിയിട്ടുള്ളത് ബ്ലാങ്ക് വേഴ്സ് അത്ര പോപ്പുലർ അല്ലാതിരുന്ന ഒരു കാലത്താണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം he marked a new age, that is romanticism. In conversational tone, we have already mentioned it, because we could say that in some way we could say that Dorothy Wordsworth, her sister, is a silent listener in the poem, but the poem is not treated as a dramatic monologue. This is often treated as a poem in conversational tone.
But some critics consider this as a dramatic monologue. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഓപ്ഷൻസ് അനുസരിച്ചാണ് നിങ്ങൾ അതിനെ ആൻസർ ചെയ്യാൻ. Okay, now let's move on to the biography of the author, William Wordsworth. William Wordsworth, as you all know, is known as the harbinger of nature, high priest of nature, worshipper of nature, one of the central figures of Romanticism, poet of spiritual and epistemological speculation, everything. So he was born on 7th April 1770 at Cockermouth, England in Lake District. He was the son of John Wordsworth and Anne Cookson Wordsworth. Dorothy Wordsworth is his sister. Wordsworth attended the grammar school and Anne Bricketon School, and he went to St. John's College, affiliated to Cambridge University. Then his mother died in 1778. Wordsworth made a journey with Robert Jones from Dover to Alps on 13th July 1790. 13th തീയതിയാണ് ജൂലൈ 13. And he was very much influenced by this journey. 1783, by 1783, Wordsworth's father died. Wordsworth had a relation with a French woman, Annette Vallon, and they had a daughter named Caroline. Wordsworth's wife is Mary Hutchinson. William Wordsworth became the Poet Laureate of England in 1843, and he continued up to his death in 1850. റോബർട്ട് സദേക്ക് ശേഷമാണ് വേർഡ്സ്വർത്ത് ഇതാവുന്നത്, നമ്മുടെ പോയറ്റ് ലൗറേറ്റ്ഷിപ്പ് കിട്ടുന്നത് അദ്ദേഹത്തിന്. Then by 23rd April 1850, 1850 വേർഡ്സ്വർത്ത് മരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഹി ഡൈഡ് ഇൻ കുംബർലാൻഡ്, ഇംഗ്ലണ്ട്, ഇൻ ദ ഹൗസ് കോൾഡ് റൈഡൽ മൗണ്ട്, RYDALMOUNT. റൈഡൽ മൗണ്ട് എന്ന് പറയുന്ന ഹൗസിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ഡെത്ത് നടക്കുന്നത് കുംബർലാൻഡിലാണ്. അദ്ദേഹം ജനിച്ചത് കോക്കർമൗത്തിലാണ്. രണ്ടും ഇംഗ്ലണ്ടിൽ തന്നെയാണ്. അത് കൂടാതെ നമ്മൾ ഇദ്ദേഹത്തെ ലേക്ക് പോയറ്റ് എന്നും കൂടി വിളിക്കുന്നുണ്ട്. Wordsworth is also known as Lake Poet. Wordsworth was buried in St. Oswald's Church near Cumberland, and it is believed that he died of pleurisy. Then moving on to the important works by Wordsworth. Wordsworth's first poetry collection is the Descriptive Sketches, published in 1793. Wordsworth met Coleridge in 1794 in the Lake District, from where he met Southey, and he wrote a play named The Borderers, which is a verse drama and it's a tragedy. The Borderers is the only play written by William Wordsworth, which came out in 1795. And it is staged in 1797 at a Covent Garden Theatre, COVENANT, Covent Garden Theatre. The very famous work, Lyrical Ballads, which was in 1798, and it is a collaborative work with Coleridge.
came poems in 2 volumes in 1807. And he was very much influenced by French Revolution. Then came the Prelude in 1850. This was posthumously published by his wife, Mary Hutchinson, and the Prelude is subtitled The Growth of Poet's Mind. Then he wrote, he's very much influenced by his childhood experiences and everything. So, Ode on Intimations of Immortality from Recollection of Early Childhood is his important poem. Solitary Reaper, of course you know. Then Daffodils. These are the important poems written by Wordsworth. Wordsworth was called by Shelley as Moral Enoch, Enoch. Robert Browning addressed him as the lost leader. Lost ആണ്, നഷ്ടപ്പെട്ടു പോയ, the lost leader. These are the important facts about William Wordsworth. William Wordsworth need not much introductions because we are all familiar with William Wordsworth. Now moving on to the poem, the Tintern Abbey. Regarding the structure of the poem, it's a blank verse. And the poem begins with the names of 2 seasons, that is summer and winter. So the poem is written in blank verse, 162 lines under. It is published in Lyrical Ballads as the concluding poem in Lyrical Ballads in the year 1798. ഇതിൽ ഉപയോഗിക്കുന്നത് ഒരു ആന്ത്രോപോമോർഫിസം എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹം. അതായത് പ്രകൃതിയുടെ ഭാവങ്ങൾ, മനുഷ്യൻ്റെ ഭാവങ്ങൾ പ്രകൃതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട്. അതായത് നമ്മുടെ സിനിമകളിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പം നായകനൊരു വിഷമം വരുന്ന സമയത്ത് ഒരു പക്ഷേ നല്ല പ്രകൃതി വളരെ ശക്തിയായിട്ട് മഴ പെയ്യും, കൊടുങ്കാറ്റടിക്കും, അങ്ങനെയൊക്കെ. ആ ഒരു ടെക്നിക്കാണ് ആന്ത്രോപോമോർഫിസം എന്ന് പറയുന്നത്. ആന്ത്രോപോമോർഫിസം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സോ നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. 5 years have passed, 5 summers with the length of 5 long winters, and again I hear these waters rolling from their mountain springs with a soft inland murmur. Once again do I behold the steep and lofty cliffs that on a wild secluded scene impress thoughts of more deep seclusion and connect the landscape with the quiet of the sky. The day is come when I again repose here under this dark sycamore and view these plots of cottage grounds, these orchards, which at this season with their unripe fruits are clad in one green hue, and lost themselves mid groves and copses. Once again I see these hedgerows, hardly hedgerows, little lines of spotty wood run wild. These pastoral forms, green to the very door, and wreaths of smoke send up in silence from among the trees, with some uncertain notice as might seem of vagrant dwellers in the houseless woods. Of some hermit's cave, where by his fire the hermit sits alone. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് 5 years have passed, അതായത് 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 5 summers, അതായത് സമ്മേഴ്സും വിൻ്ററും ഒക്കെ അദ്ദേഹം ഈ 2 സീസൺ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ കഴിഞ്ഞ HSIക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു ലൈൻ തന്നിട്ട് ചോദിച്ചത് ഇത് ഏത് പോയത്തിലെ ലൈനാണ്, ഏത് പോയത്തിൻ്റെ സ്റ്റാർട്ടിങ് ലൈൻസ് ആണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ലൈൻസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ലൈൻസിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അക്ഷമ കാണിക്കുന്നുണ്ട്. എന്തിൻ്റെ അക്ഷമയാണ്? ടു റീച്ച് ദിസ് പ്ലേസ്. ഹീസ് ഇൻ എൻ അർജ് ടു റീച്ച് ദിസ് പ്ലേസ്. അദ്ദേഹം അത്രയും ആകാംക്ഷാഭരിതനായിട്ടാണ് ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും വേനലും വിൻ്ററും എല്ലാം കടന്നുപോയി
എന്നിട്ട് ഞാനിങ്ങനെ ഐ ആം ലോങ്ങിങ് ടു റീച്ച് ദർ എന്നുള്ളതാണ്. 5 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് ഐ ആം ലോങ്ങിങ് ടു റീച്ച് ദർ ബിക്കോസ് ഹി ഹാസ് ബീൻ കൗണ്ടിങ് ദം. അത്രയും അക്ഷമനായതുകൊണ്ട് ഹി ഹാസ് ബീൻ കൗണ്ടിങ് ദ ഡേയ്സ്. ഓക്കെ, അപ്പം അദ്ദേഹം ടിൻറ്റൺ അബേ, നമുക്ക് പെയിന്റിങ് ആദ്യം നിങ്ങൾ നോക്കണം, എന്നാൽ ഇത് മനസ്സിലാവുള്ളൂ. ടിൻറ്റൺ അബേന്റെ പെയിന്റിങ്സ് അവൈലബിൾ ആണ്, നോട്ടിൽ ഞാൻ അറ്റാച്ച് ചെയ്യാം. അപ്പം നോക്കുക, അങ്ങനെ അദ്ദേഹം ടിൻറ്റൺ അബേ ഒക്കെ ഉൾപ്പെടുന്ന ആ പ്രകൃതി കാണുകയാണ്. ആൻഡ് അഗൈൻ ഐ ഹിയർ ദീസ് വാട്ടേഴ്സ്. അങ്ങനെ അദ്ദേഹം വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. അതിന്റെ മർമർ, ആ മർമരങ്ങൾ വരെ അദ്ദേഹം കേൾക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം ഈ മർമരം എന്ന് വെച്ചാൽ എന്താണ്, അത്രയും നേർത്ത ശബ്ദമായിരിക്കും പ്രകൃതിയിൽ ഉണ്ടാകുന്നത്. ഇപ്പൊ പെബിൾസ് കൂട്ടി ഉരസുന്നത് അല്ലെങ്കിൽ ഇലകൾ കൂട്ടി ഉരസുന്നത് അത്രയും മനോഹരമായിട്ട്, അത്രയും സെൻഷ്വസ് ആയിട്ട് അദ്ദേഹം പറയുകയാണ്. ഹീസ് എഗെയിനിങ് എക്സ്പീരിയൻസിങ് ദ കം ബാക്ക് ടു ദ പ്ലേസ്. അപ്പൊ നമ്മൾ അത്രയും ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. അവിടെ വെള്ളച്ചാട്ടം, ഒരു ചെറിയ അരുവി പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ദെൻ അതൊക്കെ ഒരു മർമരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ നേർത്ത ശബ്ദങ്ങൾ പ്രകൃതിയുടെ. അതിൽ മർമർ എന്നുള്ളത് നമുക്കൊരു പെർസോണിഫിക്കേഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. പോയറ്റിക് ഡിവൈസസ് നമുക്ക് അവസാനം പറയാം, അല്ലെങ്കിൽ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. സോ ഡു ഐ ബിഹോൾഡ് ദി സ്റ്റീപ്പ് ആൻഡ് ലാഫ്റ്റി ക്ലിഫ്സ്. അപ്പം അദ്ദേഹം ഒരു ക്ലിഫിന്റെ അവിടെ നിന്നിട്ടാണ്, ഒരു കൊല്ലിന്റെ അവിടെ, ക്ലിഫ് എന്ന് വെച്ചാൽ കൊല്ലിയാണ്, കൊല്ലിയുടെ മുകളിൽ നിന്നിട്ടാണ് ഇത് മൊത്തം കാണുന്നത്. അപ്പം അത്രയും ഉയരമുള്ള സ്റ്റീപ്പ് ആൻഡ് ലാഫ്റ്റി ക്ലിഫിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഹി കുഡ് ഫീൽ ദാറ്റ് വൈൽഡ് സെക്ലൂഷൻ, അല്ലെ? അപ്പൊ ആ ക്ലിഫ് എന്തിനാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ചോദിച്ചാൽ ആ ഒരു സെക്ലൂഷൻ കൊണ്ടുവരാനാണ്. അദ്ദേഹം ഇതുവരെ ഈ സ്ഥലത്ത് എത്തിച്ചേരാതിരുന്നത് കൊണ്ട് അദ്ദേഹം അനുഭവിച്ച അനാഥത്വത്തെ കാണിക്കുന്നതാണ് ക്ലിഫ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിഫ് എന്ന് വെച്ചാൽ കൊല്ലിയാണ്, അതായത് ആ കൊല്ലിയുടെ മുകളിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ കാണുകയാണ് അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആ പ്രകൃതിനെ. അപ്പൊ അദ്ദേഹം ഇതുവരെ അദ്ദേഹം അനുഭവിച്ചിരുന്ന ഒരു അന്യതാബോധം അല്ലെങ്കിൽ ഒരു അനാഥത്വം അദ്ദേഹം തിരിച്ചറിയാണ്. 5 വർഷമായി ഞാൻ ഒറ്റപ്പെട്ട് കഴിയായിരുന്നു, ഇപ്പൊ ഞാൻ പ്രകൃതിയിലേക്ക് എത്തി, ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയാണ്. സോ ഹി വാസ് വെരി മച്ച് സെക്ലൂഡഡ് വെൻ ഹീസ് അവേ ഫ്രം ടിൻറ്റൺ അബേ എന്നുള്ളതാണ് പറയുന്നത്. ഓർ വെൻ ഹി വാസ് അവേ ഫ്രം നേച്ചർ ഹി വാസ് ഡീപ്ലി സെക്ലൂഡഡ്. യൂസ്ഡ് ടു represent his seclusion. The depth of his seclusion is portrayed through the cliffs. This cliff that connect the landscape with the sky. And now the day has come for him to rest on the under this dark sycamore. Sycamore എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു മരമാണ്, അതായത് ഒരു മനുഷ്യനൊക്കെ സുഖമായിട്ട് ചാരി അതിന്റെ ഇതിലിങ്ങനെ കിടക്കാൻ പറ്റും, അത്രയും ഇതായിട്ടുള്ള വലിയ മരമാണ്. ഇപ്പൊ നമ്മുടെ ഇവിടത്തെ ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ആലൊക്കെ പോലത്തെ വലിയ മരമാണ് സൈക്കമോർ എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ഇമേജസ് നിങ്ങൾ നോക്കിയാൽ നമുക്ക് ആ ഇതിന്റെ കറക്റ്റ് ഇത് കിട്ടും. അപ്പൊ അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം. അപ്പം സൈക്കമോർ പോലെയുള്ള വലിയൊരു വൃക്ഷത്തിന്റെ ഇതിൽ അദ്ദേഹം റെസ്റ്റ് എടുക്കുകയാണ്, ഇങ്ങനെ ചാരി ഇരുന്നിട്ട്. പിന്നീട് അദ്ദേഹം അവിടെയുള്ള കോട്ടേജ് ഗ്രൗണ്ടുകളൊക്കെ നോക്കുകയാണ്. കുറെ കോട്ടേജസും അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ ചുറ്റുമായിട്ട്. പിന്നെ ഓർച്ചാർഡ് ടഫ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വിരിയാനായിട്ട് നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഫ്രൂട്ട്സും ഒക്കെയുള്ള ഒരു ഗ്രാസ് ലാൻഡും. ടർഫ് എന്ന് വെച്ചാൽ ഗ്രാസ് ആണ് കേട്ടോ. ഈ അങ്ങനെയുള്ളതും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ അൺറൈപ്പ് ഫ്രൂട്ടുമായിട്ട് നിൽക്കുന്ന, അതായത് പഴുക്കാൻ ഇങ്ങനെ ആത്ത് നിൽക്കുന്ന പഴങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറച്ച് തൂങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ പുൽമേടുകളുണ്ട്. അങ്ങനെ ഒരുപാടുള്ള അരുവിയുള്ള പുൽമേടുകളുള്ള പഴുക്കാനായിട്ട് കാത്തു നിൽക്കുന്ന മരങ്ങളുള്ള പിന്നെ അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു ചർച്ചൊക്കെയുള്ള അങ്ങനെ ഒരു സെറ്റിങ്ങിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം റൊമാൻറ്റിസിസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അഡീഷൻ ഓഫ് ദിസ് ഗോത്തിക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ആ ഗോത്തിക് എലമെന്റ്സ് ഇവിടെ അദ്ദേഹം കൊണ്ടുവന്നത് ഇൻ ഓർഡർ ടു ഷോ ഹിസ് സെക്ലൂഷനും കൂടിയാണ്. അതിന് മുൻപുണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് കുറച്ചുകൂടി അനാഥത്വം തോന്നിയിരുന്നത്. അപ്പൊ ഇവിടേക്ക് വന്നപ്പോൾ അദ്ദേഹം സനാഥനായി. അത് ആ രീതിയിലാണ് നിങ്ങൾ എടുക്കേണ്ടത്. Once again he is seeing this hedgerows. Hedgerows എന്നൊക്കെ പറഞ്ഞാൽ rows of bushes ആണ്. Then had spotty wood, run wild and these pastoral forms. അങ്ങനെ ഇനി കുറച്ച് pastoral formsനെ കുറിച്ച് പറയുന്നുണ്ട്.
ഇങ്ങനെ ഒരു വലിയൊരു ഹരിതാഭയുടെ നടുക്കാണ് അദ്ദേഹം നിൽക്കുന്നത്. അതാണ് പറയുന്നത് ഹീസ് വെരി ഗ്രീൻ, ഹീസ് നിയർ ദ അല്ലെങ്കിൽ ഹീസ് ഗ്രീൻ ടു ദ വെരി ഡോർ, ഹീസ് നിയറിങ് ദ ഗ്രീൻ ടു ദ വെരി ഡോർ. അല്ലെങ്കിൽ അദ്ദേഹം ആ ഭയങ്കര ഒരു ഹരിതാഭയുടെ നടുക്ക് വളരെ സമാധാനത്തോടു കൂടി നിൽക്കുകയാണ് ഇദ്ദേഹം. അന്നേരം അദ്ദേഹം നമുക്ക് പറഞ്ഞു അദ്ദേഹം കുറച്ച് ഉയർന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ താഴേക്ക് നോക്കി വ്യൂസ് മൊത്തം കാണുന്നതാണ്. അപ്പൊ അവിടുന്ന് അദ്ദേഹം കാണുകയാണ്, നമുക്ക് വയനാട് ചുരത്തിലൂടെയൊക്കെ പോകുന്ന സമയത്ത് താമരശ്ശേരി ചുരത്തിലൂടെ പോകുമ്പോൾ കാണാം ഇങ്ങനെ സ്മോക്ക്, അതായത് പുകച്ചുരുളുകൾ പോലെ ഇങ്ങനെ കാണാം. അത് ചിലപ്പം മഞ്ഞാവാം, അല്ലെങ്കിൽ ഇങ്ങനെ പുകച്ചുരുൾ പോലെ നമുക്ക് കാണാൻ പറ്റും. അതേ ഒരു ഇഫക്റ്റ് ആണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ പുകച്ചുരുളുകൾ ഇങ്ങനെ വരുന്ന അദ്ദേഹം കാണുകയാണ്, റീറ്റ്സ് ഓഫ് സ്മോക്ക് വരുന്ന അദ്ദേഹം കാണുകയാണ്. സെന്റപ്പ് ഇൻ സൈലൻസ്, അവിടെ ആരുമില്ല. അപ്പൊ ആരും ഇല്ലാത്ത ഒരു അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ പുകച്ചുരുളുകൾ ഉയർന്നു വരുന്ന അദ്ദേഹം കാണുകയാണ്. അതിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു പോയിന്റിൻ്റെതായിട്ടുള്ള ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്ന ഇതാണ്: ഫ്രം അമംഗ് ദ ട്രീസ് വിത്ത് സം അൺസർട്ടൈൻ നോട്ടീസ് as might seem of vagrant dwellers in the houseless woods. അത് വാഗ്രന്റ് ആയിട്ടുള്ള ഡ്വല്ലേഴ്സ് ആയിരിക്കും, അതായത് അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്ന വാഗ്രന്റ് ആയിട്ടുള്ള ഡ്വല്ലേഴ്സ് ആയിരിക്കും. ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാണ്ട് എല്ലായിടത്തേക്കും ഇങ്ങനെ പോകുന്ന ആൾക്കാരെ പോലെയുള്ള വാൻഡ്രോസിന്റെയും മറ്റും സ്ഥലത്ത് നിന്ന് വരുന്ന പുകച്ചുരുളുകളാവാം. അല്ലെങ്കിൽ എന്താ പറയാ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സന്യാസിയുടെ, ഒരു ഹെർമിറ്റിന്റെ കേവിൽ നിന്ന് വരുന്ന പുകച്ചുരുളുകളാവാം. ആൻഡ് അവിടെ ആ ഹെർമിറ്റ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തീ കൂട്ടുന്നതോ തീ കായുന്നതോ ഒക്കെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്. ആ സ്ഥലത്തെ വർണ്ണിക്കലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ചർച്ചിനെ കുറിച്ച് വലിയ മെൻഷനിങ് ഇല്ലെങ്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ ലൈൻസ് വായിക്കുന്നില്ല, നമുക്ക് പറഞ്ഞങ്ങ് പോവാം. ഇതെല്ലാം വളരെ ബ്യൂട്ടിയസ് ആയിട്ടുള്ള ഫോംസ് ആണ്. Though a long absence have not been to me. എനിക്ക് എന്താ പറയുക, ഒരു ആബ്സെൻസ് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്താണ്? ആസ് ഇൻ എ ലാൻഡ്സ്കേപ്പ് ടു ബ്ലൈൻഡ് മാൻസ് ഐ. അതായത് ഒരു കണ്ണ് കാണാത്ത ഒരാള് എങ്ങനെയാണ് ഒരു കാഴ്ച കാണുക? കണ്ണ് കാണാത്ത ആള് മനസ്സുകൊണ്ടാണ് കാണുക, അല്ലെ? അപ്പം എനിക്ക് ഒരു അന്ധനായിട്ടുള്ള ഒരാളെ പോലെ അല്ല ഈ സ്ഥലം ഉള്ളത്. അതായത് ഇപ്പൊ നമ്മൾ പറയും കണ്ണകന്നാൽ മനമകന്നു നമ്മൾ പറയും. പക്ഷെ ഇദ്ദേഹത്തിന്റെ കണ്ണ് 5 വർഷമായിട്ട് ഈ സ്ഥലത്ത് നിന്ന് അകന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിപ്പോഴും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരു അന്ധനായിട്ടുള്ള ആള് കാണാതെ കാണുന്ന കാഴ്ചയല്ല എനിക്കിത്. പകരം എന്താണ്, ഞാൻ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതായത് എന്റെ ഫിസിക്കൽ പ്രസൻസ് ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ, ഞാൻ മെന്റലി ഈ സ്ഥലത്തോട് വളരെയധികം അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പം ഞാൻ കാണാതെ കാണുന്ന കാഴ്ചയായിട്ടില്ല എനിക്ക് ടിൻറ്റേണ ബേ. കാരണം എന്താണ്, ഐ വാസ് ഓൾവേസ് വിത്ത് ടിൻറ്റേണ ബേ എന്നുള്ളതാണ്. ആ സ്ഥലത്തിന്റെ, അദ്ദേഹം താമസിക്കുന്ന സിറ്റിയുടെ ബഹളവും കാഹളവും ഒക്കെ ഉള്ളതിന്റെ ഇടയിൽ നിന്നും, അദ്ദേഹത്തിന്റെ ബിസി ഷെഡ്യൂളുകൾക്കിടയിൽ നിന്നും ഒക്കെ മാറി അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചത് ടിൻറ്റേണ ബേയിലേക്ക് വരാനാണ്. അതുകൊണ്ട് ടിൻറ്റേണ ബേ എന്ന് പറയുന്ന സ്ഥലം 5 വർഷത്തെ മാറ്റങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ മാറ്റങ്ങളെല്ലാം ഇമാജിൻ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് അദ്ദേഹം ആ സ്ഥലത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നീട് പറയുന്നതാണ് ദ ഒഫൻ ഇൻ ലോൺലി റൂംസ് ദ മിഡ് ദ ഡിൻ എന്നൊക്കെ പറഞ്ഞ ബഹളമാണ് കേട്ടോ, കാഹളമാണ്, സിറ്റിയിലേക്കുള്ള ബഹളങ്ങളാണ്. ഐ ഹാവ് ഓഫ് ടു ദം ഇൻ അവേഴ്സ് ഓഫ് വെയറിനെസ് സെൻസേഷൻ സ്വീറ്റ് felt in the blood and felt among the heart. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറേഷൻ, ഒരു ട്രാൻക്വിൽ റെസ്റ്റോറേഷൻ കൊടുത്തത് മെമ്മറീസ് അബൌട്ട് ദ പ്ലേസ് ടിൻറ്റേണ ബേ ആണ്. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇത് എന്തിനൊക്കെ ഈ പ്രകൃതി അദ്ദേഹത്തിന് പ്രേരകമായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ വി കെപ്റ്റ് ഫോർഗെറ്റിംഗ് ദാറ്റ്. നമ്മൾ അങ്ങനെ ചിന്തിക്കൊന്നുമില്ല, പക്ഷെ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത്. ഓൺ ദാറ്റ് ബെസ്റ്റ് പോർഷൻ ഓഫ് എ ഗുഡ് മാൻസ് ലൈഫ് ഹിസ് ലിറ്റിൽ നെയിംലെസ് അൺറിമെമ്പേർഡ് ആക്ട്സ്. അതായത് ചിലപ്പോൾ നമ്മൾ അറിയാതെ അത് ആ ഇൻഫ്ലുവൻസസ് നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ വരും. അപ്പം അൺറിമെമ്പേർഡ് ആയിട്ടുള്ള ആക്ടുകളിൽ ഈ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് ഓഫ് ലവ് എനിക്ക് കൊണ്ടു തന്നിട്ട് ഒരു പക്ഷേ ഈ പ്രകൃതിയായിട്ടുള്ള അമ്മയായിരിക്കും. ഇത് ജനറസ് ആയിട്ടുള്ള നേച്ചർ ആയിരിക്കും. എനിക്ക് എൻ്റെ പല ആക്ട് ഓഫ് കൈൻഡ്നെസ്സിലും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ചിലപ്പോൾ ഈ പ്രകൃതിയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം എന്ന് പറയാണ്. ആൻഡ് ഹീ കുഡ് ഗെയിൻ ദ ഗിഫ്റ്റ് ഓഫ് ആസ്പെക്ട് ഓഫ് മോർ സബ്ലൈം, ഒരു സബ്ലിമിറ്റി,
അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒരു ആത്മീയത, അദ്ദേഹത്തിന്റെ ഒരു ഇൻസൈറ്റ്, ഒരു കാഴ്ചപ്പാട്, ഒരു ആത്മീയത, ഇതൊക്കെ കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഈ പ്രകൃതി കാരണം എന്നാണ് പറയുന്നത്. ദാറ്റ് ബ്ലെസ്ഡ് മൂഡ്, ഹീസ് ഇൻ എ ബ്ലെസ്ഡ് മൂഡ് വിത്ത് നേച്ചർ, ഹീസ് ഇൻ ദ കമ്മ്യൂണിയൻ വിത്ത് നേച്ചർ. സോ ദാറ്റ് ബ്ലെസ്ഡ് മൂഡ് ഇൻ വിച്ച് ദ ബർഡൻ ഓഫ് മിസ്റ്ററി, അത് ബർഡൻ മീൻസ് ബർഡൻ ആണ്, burden of the mystery in which the heavy and the weary weight of all the unintelligible world, അതായത് ഞാനിപ്പോ താമസിക്കുന്ന ഈ ബഹളവും ഒക്കെ നടന്ന സിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ അൺഇന്റലിജിബിൾ വേൾഡ്. നമ്മള് കേൾക്കാൻ ആഗ്രഹിച്ചാൽ കേൾക്കാൻ സാധിക്കാത്ത, അതായത് നമുക്ക് കേട്ടാൽ മനസ്സിലാകാത്ത അത്രയും വിധം അന്യമായി കഴിഞ്ഞു ഈ നാഗരികത എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സിറ്റി എന്ന് പറയുന്നത്, നഗരം എന്ന് പറയുന്നത്, നാഗരികത ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ഞാൻ കേൾക്കണമെന്ന് ആഗ്രഹിച്ചാലും മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചാലും എനിക്ക് സാധിക്കാത്തതായി മാറിക്കഴിഞ്ഞു. അത്രയും അന്യതാബോധം അദ്ദേഹത്തിലേക്ക് സിറ്റി, നഗരവും ഒക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വെൻ ഹി കം ടു ദിസ് വേൾഡ്, അദ്ദേഹം വളരെ ബ്ലസ്ഡ് ആണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ സിറ്റി ലൈഫിൽ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത്, ഇത്രയും അന്യതാബോധം ഉണ്ടായിട്ടും അദ്ദേഹത്തിനെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത് ഹിസ് മെമ്മറീസ് അബൌട്ട് നേച്ചർ ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ്സോട് കൂടി അദ്ദേഹത്തിന് പെരുമാറാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു അനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടിയത് പ്രകൃതിയിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്.